അതായത് തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് വട്ടിയൂർക്കാവ് പോലെ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഇന്നലെ നടക്കുന്നത്. അതായത് ഈ ഭാഗത്തുള്ള ഒരു വീട്ടിൽ ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അമ്മൂമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. വീട്ടിലേക്ക് ഈ ക്യാൻസർ രോഗിയുടെ ചികിത്സാ പിരിവിന് വേണ്ടി എന്ന രീതിയിലാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള ബൈജു എത്തിയത്. ആദ്യം മൊബൈൽ ഫോണിന്റെ ചാർജറും പിന്നാലെ കുടിവെള്ളവും ആവശ്യപ്പെട്ട് വീടിനകത്തേക്ക് കയറി ഈ പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇയാൾ. തുടർന്ന് ഈ പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ ഓടിക്കൂടി. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് മുൻപിലേക്ക് എത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കൊല്ലം സ്വദേശി ബൈജു 40 വയസ്സുകാരനാണ്. ഇയാളെ പോക്സോ വകുപ്പ് വന്നെന്ന് ഒരുത്തിനെ വിശ്വസിക്കാനുള്ള ആലയല്ലേ വീട്ടിൽ കയറ്റാൻ പറ്റൂല. നമുക്ക് വെള്ളം ഒരു ചിലവുമര ഒരു ചികിത്സ ധനസഹായം, പിന്നെ ചികിത്സ ഫണ്ട്, പിന്നെ പാവപ്പെട്ടവർക്ക് തുണി എന്നൊക്കെ പറഞ്ഞ് ഒറ്റ എണ്ണത്തിന് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയല്ല. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കും. ഇനിയിപ്പം സമൂഹത്തിൽ നമുക്ക് ഇറങ്ങിയെടുക്കണ്ടേ? ഇന്നിപ്പം ഇന്നലെ വേറൊരു സംഭവം തുടങ്ങും. ഇപ്പൊ ഈ വട്ടിയൂർക്കാവ് ഇങ്ങനൊരു സംഭവം. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ സമൂഹത്തിലുള്ള ആർക്കും പെൺപിള്ളേർക്കും നടക്കണ്ടേ?